Hi dear children, റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെൻറ്റൻസ് പാറ്റേൺ പരിചയപ്പെട്ടല്ലോ. ഈ ക്ലാസ്സിൽ നമുക്ക് അതിൽ ആദ്യത്തെ പാറ്റേൺ ആയിട്ടുള്ള ഡിക്ലറേറ്റീവ് സെൻറ്റൻസസിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, ഹൗ ടു കൺവേർട്ട് ഡയറക്റ്റ് സ്പീച്ച് ഇൻ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച് ഓർ ഇൻഡയറക്റ്റ് സ്പീച്ച്, അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് മനസ്സിലാവും. അതിന് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ, ബേസിക്കായിട്ട് അറിയേണ്ടത് നമ്മളുടെ ടെൻസ് ഫോമുകളാണ്. ഈ ടെൻസ് ഫോമിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ, അതായത് V1, V2, V3 എന്ന് പറയുന്ന ഫോമുകളും അതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസിനെ റിപ്പോർട്ട് ചെയ്യാം. ഒരു റിപ്പോർട്ടഡ് സ്പീച്ചിൽ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ 4 ഭാഗങ്ങളുണ്ട്, പ്രധാനമായിട്ട് 4 ഭാഗങ്ങൾ. അതിലൊന്നാമത്തേത് സബ്ജക്റ്റ്, ആരാണ് പറയുന്നത് അയാൾ. രണ്ടാമത്തേത് റിപ്പോർട്ടിംഗ് വേർബ്, അതായത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് എന്ത് തരാം, അയാൾ പറയുകയാണോ, അയാൾ ഒരു ഓർഡർ ഇടാണോ, അയാൾ റിക്വസ്റ്റ് ചെയ്യാണോ, അത് മറുപടി പറയാനോ, അങ്ങനെ അതിശയിക്കുകയാണോ, അങ്ങനെയുണ്ടല്ലോ, വഴക്ക് പറയുകയാണോ, അങ്ങനെ ഏത് തരത്തിലുള്ള വാചകമാണ് എന്ന് കാണിക്കാനായിട്ട് ഇപ്പോൾ സെറ്റ്, ടോൾഡ്, റിപ്ലൈഡ്, ആൻസേർഡ്, എക്സ്ക്ലെയിംഡ്, റിക്വസ്റ്റഡ്, ഓർഡേർഡ്, ആസ്ക്ഡ്, അങ്ങനെയുള്ള വേർഡിനെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയും. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞാൽ നമ്മൾ ഈ റിപ്പോർട്ടിംഗ് വേർബ് വയ്ക്കും. അതാണ് രണ്ടാമത്തെ പാർട്ട്. മൂന്നാമത് ഇയാൾ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്ന ആ കാര്യം അതായിട്ട് കണക്ട് ചെയ്യാനായിട്ടൊരു കണക്റ്റിംഗ് വേർഡ് വയ്ക്കും. സാധാരണ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസിൽ വെക്കുന്ന കണക്റ്റിംഗ് വേർഡ് അല്ലെങ്കിൽ കൺജങ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഹീ സെഡ് എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസിന് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിനെയും ക്ലോസിനെയും അതിന് അപ്പുറത്തായിട്ട് പറയുന്ന കാര്യങ്ങൾ ആ ക്ലോസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ വേർഡ് കൺജങ്ഷൻ അല്ലെങ്കിൽ ആ ലിങ്കിങ് വേർഡ്, അത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസിന് സാധാരണ ഉപയോഗിക്കുന്നത് ദാറ്റ് ആണ്. ദാറ്റ് എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ്, അതാണ് മൂന്നാമത്തെ ഭാഗം. സബ്ജക്റ്റ്, റിപ്പോർട്ടിംഗ് വേർബ്, ദിസ് കണക്റ്റിംഗ് വേർഡ് ദാറ്റ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് റിപ്പോർട്ടഡ് സ്പീച്ചിനെ 4 പാർട്ടാക്കാന്നാണല്ലോ. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിന് 3 ഭാഗങ്ങളാണ്. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ 2 ക്ലോസ് ആണുള്ളത്. ഒന്ന് റിപ്പോർട്ടിംഗ് ക്ലോസ്, 2 റിപ്പോർട്ടഡ് ക്ലോസ്. ഇതിന് 2 ക്ലോസുകളെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കൺജങ്ഷൻ അല്ലെങ്കിൽ ഒരു കണക്റ്റിംഗ് വേർഡ് ദാറ്റ്, അതാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൽ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ്സിലെ റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ട് റിപ്പോർട്ടിംഗ് ക്ലോസ്. എന്താണ് റിപ്പോർട്ടിംഗ് ക്ലോസ്? നമ്മൾ സബ്ജക്റ്റ് പ്ലസ് റിപ്പോർട്ടിംഗ് വേർബ്, അതാണ് റിപ്പോർട്ടിംഗ് ക്ലോസ് എന്ന് പറയുന്നത്. ഹി സെറ്റ്, അയാൾ പറഞ്ഞു എന്ന് പറയുന്ന ആ ക്ലോസ്, അതൊരു മെയിൻ ക്ലോസ് തന്നെയാണ്, അയാൾ പറഞ്ഞു എന്ന് പറയുന്നത്. അത് സെൻറ്റൻസിൻ്റെ വേറൊരു തരം ക്ലാസിഫിക്കേഷനിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഇനി അപ്പുറത്തെ രണ്ടാമത്തെ പാർട്ട് എന്താണ്? രണ്ടാമത്തേന്ന് വെച്ചാൽ അവസാനത്തെ പാർട്ട് എന്താണ്? റിപ്പോർട്ടഡ് ക്ലോസ്. സബ്ജക്റ്റ് ഡയറക്റ്റ് സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നു, അതാണ് റിപ്പോർട്ടഡ് ക്ലോസ്. ഷീ വാസ് റീഡിങ് എന്ന് പറയുന്നത് റിപ്പോർട്ടഡ് ക്ലോസ്. അപ്പോൾ ഈ റിപ്പോർട്ടിംഗ് ക്ലോസും റിപ്പോർട്ടഡ് ക്ലോസും തമ്മിലുള്ള കണക്ട് ചെയ്യാനുള്ള കൺജങ്ഷനാണ്. 2 മെയിൻ ക്ലോസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന വേർഡ്, അതാണ് കൺജങ്ഷൻ. അതാണ് ഇവിടെ ദാറ്റ്. അതാണ് സിമ്പിളായിട്ട് റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ പാർട്ട് എന്ന് പറയും. പക്ഷെ നമ്മളിവിടെ ഇതിനെ കുറച്ചും കൂടെ സിമ്പിൾ ആക്കാനായിട്ട് റിപ്പോർട്ടിംഗ് ക്ലോസിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് സബ്ജക്റ്റ് പ്ലസ് റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നു. നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആ ഡയറക്റ്റ് സ്പീച്ചിൽ അയാൾ പറഞ്ഞിട്ടുള്ള ആ കാര്യം, അതിനെ നമ്മൾ റിപ്പോർട്ടഡ് ക്ലോസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ 4 ഭാഗവും ചേർന്നതാണ് ഒരു ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലുള്ള സെൻറ്റൻസ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. മീനു സെറ്റ്, ഐ ആം റീഡിങ്.
അപ്പം അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് വേണം? ആദ്യത്തെ ഭാഗം സബ്ജക്റ്റാണ്. ആരാണ് പറഞ്ഞത്? മീനു. രണ്ടാമത്തേത് റിപ്പോർട്ടിംഗ് വേർബാണ്. എന്താണ് വേർബ്? സെറ്റ്. മീനു സെറ്റ്. അത്രയും അതിൽ തന്നെ ഉണ്ട്, അത് അങ്ങനെ തന്നെ എടുത്തു. ഇനി അതിൽ മൂന്നാമത് വെക്കാൻ പറഞ്ഞത് കണക്റ്റിംഗ് വേർഡാണ് ദാറ്റ്. മീനു സെറ്റ് ദാറ്റ്. നാലാമത്തേത് അതിൽ റിപ്പോർട്ടിംഗ് ചെയ്യാനുള്ള ആ ക്ലോസ് ഐ ആം റീഡിങ് എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെ നമുക്ക് വെക്കാൻ പറ്റില്ല. പക്ഷെ നാലാമത് വെക്കേണ്ടത് ആ ഭാഗമാണ് എന്ന് മാത്രം തൽക്കാലം. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? റിപ്പോർട്ടഡ് സ്പീച്ചിൽ 4 ഭാഗം. ആദ്യം സബ്ജക്റ്റ്, രണ്ടാമത് റിപ്പോർട്ടിംഗ് വേർബ്, മൂന്നാമത് ദാറ്റ് എന്ന് പറയുന്ന കണക്റ്റിംഗ് വേർഡ്. നമ്മൾ പറയുന്നത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ആദ്യത്തെ പാറ്റേൺ സെൻറ്റൻസ് ആണ്. പിന്നെ അടുത്ത പാറ്റേണുകളിൽ ഈ ദാറ്റിന് മാറ്റം വരും. പിന്നെ വെക്കേണ്ടത് ആ ഏത് കാര്യമാണോ റിപ്പോർട്ട് ചെയ്യുന്നത്, ഡയറക്റ്റ് സ്പീച്ചിലുള്ള കാര്യത്തിന് ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് വെക്കുക. റിപ്പോർട്ടഡ് ക്ലോസ്. ക്ലിയർ ആണല്ലോ? ഇനി അതിൽ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളിൽ മീനു സെറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ആരോട് പറഞ്ഞു എന്ന് പറഞ്ഞില്ല. ഞാൻ ആരോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിലോ, മീനു സെറ്റ് ടു ഹെർ ഫ്രണ്ട് എന്നാവട്ടെ. അപ്പം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴോ എന്ത് വയ്ക്കും? മീനു സെറ്റ് ടു ഹെർ ഫ്രണ്ട്. അപ്പോൾ അവിടെ സെറ്റ് എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് വെർബിൻ്റെ കൂടെ നമ്മൾ ആരോട് എന്ന് കാണിക്കാനുള്ള പ്രിപ്പോസിഷൻ ടു വെച്ചു, എന്നിട്ട് ആരോട് എന്ന് വെച്ചു. അപ്പോൾ ദാറ്റിന് മുമ്പ് ആ ഓബ്ജക്റ്റ് വന്നു. മീനു സെറ്റ് ടു ഹെർ ഫ്രണ്ട്. ഈ സെറ്റ് ടു എന്ന് വെക്കുന്നതിനേക്കാൾ നല്ല എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ടോൾഡ് എന്നാണ്. എങ്ങനെയാണെങ്കിൽ ആരോട് എന്നറിയാതെ അയാൾ പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വെറുതെ മീനു സെറ്റ് എന്ന് വെക്കും. മീനു ആരോടെങ്കിലും പറഞ്ഞ ആളുടെ പേര് അല്ലെങ്കിൽ അയാളെ അവിടെ മെൻഷനിങ് ആണെങ്കിൽ നമ്മൾ എന്ത് വെക്കാം? മീനു ടോൾഡ് ഹെർ ഫ്രണ്ട്. മീനു ടോൾഡ് ഹെർ ഫ്രണ്ട്. പിന്നെ കണക്റ്റിംഗ് വേർഡ് ദാറ്റ് വെച്ചു. അതിനുശേഷം റിപ്പോർട്ട് ചെയ്യാനുള്ള ആ ക്ലോസ് എടുത്തു വെക്കുകയാണ്. എടുത്തു വെക്കല്ല, അതിൽ മാറ്റങ്ങളോട് കൂടെ വെക്കുക. അത് 2 റൂളാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? ആദ്യത്തേൽ നമ്മളൊരു റിപ്പോർട്ടിംഗ് വേർബ്, ഏത് റിപ്പോർട്ടിംഗ് വേർബ് വെക്കണമെന്ന് കണ്ടുപിടിക്കണം. സാധാരണ ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൽ നമ്മൾ ടോൾഡ്, സെറ്റ് ഇതൊക്കെയാണ് കൂടുതൽ വെക്കാറുള്ളത്. സെറ്റിൻ്റെ കൂടെ ആളുണ്ടെന്നുണ്ടെങ്കിൽ, ആരോടാ പറയണേന്നുണ്ടെങ്കിൽ ടോൾഡ് വെക്കുകയാണ് സേഫ്. അപ്പോൾ അങ്ങനെ റിപ്പോർട്ടിംഗ് വേർബ് കണ്ടുപിടിച്ച് അത് സബ്ജക്റ്റിന് ശേഷം എഴുതണം. ഒന്നാമത്തെ റൂൾ. രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യാനായിട്ട് ഡിക്ലറേറ്റീവ് സെൻറ്റൻസിലാണ് നമ്മൾ പറയുന്നത് ദാറ്റ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കും. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പെർസ്പെക്റ്റീവാണ്. വ്യൂ പോയിന്റിൽ വരുന്ന മാറ്റം. അതായത് ഡയറക്റ്റ് ഒരാൾ വേറെ ആളോട് പറഞ്ഞ കാര്യം മൂന്നാമതൊരാളാണ് പറയണത്, അല്ലെങ്കിൽ അതിൽ എന്തോ ഒരു മാറ്റമുണ്ട്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്ന ആളോ അല്ലെങ്കിൽ കേൾക്കുന്ന ആളിലോ ഒക്കെ വ്യത്യാസമുണ്ട് ഇല്ലേ? അപ്പം അതിനനുസരിച്ചിട്ട് ഈ റിപ്പോർട്ടഡ് സ്പീച്ച് ക്ലോസിൽ നമ്മൾ അവസാനത്തെ പാർട്ടിൽ അയാൾ പറയുന്ന കാര്യം നീ ഇവിടെ വരൂ എന്ന് പറയുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ്? അവളോട് അവിടേക്ക് വരാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവനോട് അവിടേക്ക് വരാൻ പറഞ്ഞു എന്നാണ് നമ്മൾ പറയുക. അപ്പം നീയെ പോയി ഐ ആം റീഡിങ്. മീനു ടു ഹെർ ഫ്രണ്ട് ഐ ആം റീഡിങ് എന്നുള്ള സെൻറ്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മീനു ടോൾഡ് ഹെർ ഫ്രണ്ട് ദാറ്റ്. മീനു എല്ലാം ഇവിടെ റിപ്പോർട്ട് ചെയ്യണം, മൂന്നാമതൊരാളാണ്. അപ്പോൾ എന്താ പറയുക? മീനു ഫീമെയിൽ ആയതുകൊണ്ട്, ഗേൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് വയ്ക്കാം? മീനുവിൻ്റെ അവിടെ ഷീ എന്ന് വയ്ക്കാം. ക്ലിയർ ആയോ? അങ്ങനെ ആ ഒരു പേഴ്സണിലുള്ള ചേഞ്ച്, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, അങ്ങനെയുള്ള ആ പേഴ്സൺസിലുള്ള ചേഞ്ച്. ഐ എന്നുള്ളത് എന്തായി മാറും? ഹീയോ ഷീയോ ആയി മാറും. ഹീ ഓർ ഷീ. വി ബിക്കംസ് ദേ. ഇറ്റ് ബിക്കം ദാറ്റ്. മീ എന്നുള്ളത് ഹിം ഓർ ഹെർ എന്നാവും. അതുപോലെ തന്നെ അസ് എന്നുള്ളത് ദം ആയിട്ട് മാറും. അത് ഒബ്ജക്റ്റായിട്ട് വരുന്നതാണ്. എന്നോട് പറഞ്ഞു എന്നുള്ളതിന് പകരം എന്തായി? അവനോട് പറഞ്ഞു, അവളോട് പറഞ്ഞു. ഞങ്ങളോട് എന്നുള്ളതിന് പകരം അവരോട്. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ യു വരുമ്പോൾ യു സിംഗുലറായിട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ അവിടെ ഹീ ഓർ ഷീ വരും. പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ അവിടെ ദേ വരും. അത് തന്നെ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ ഓബ്ജക്റ്റായിട്ടും യു വരുമല്ലോ. അവിടെ ഐക്ക് മീ വന്ന പോലെ യുവിന് വേറെ മാറ്റമില്ല. സബ്ജക്റ്റായാലും ഓബ്ജക്റ്റായാലും യു തന്നെയാണ് പറയുക അല്ലേ? ഓബ്ജക്റ്റ് ആണെങ്കിൽ അത് ഹിം അല്ലെങ്കിൽ
ഹെർ, അല്ലെങ്കിൽ ദം എന്നും വേണമെങ്കിൽ വരും പ്ലൂരൽ ആവാണെങ്കിൽ. ക്ലിയർ ആയോ? അതേപോലെ തന്നെ സമയങ്ങളിൽ മാറ്റം വരും. ഐ ആം ഹിയർ നൗ എന്ന് പറയുന്നത് ഞാൻ പറയുന്ന സമയത്ത് അയാൾ ഇപ്പോൾ എന്ന് പറയും. പക്ഷെ വേറൊരു സമയത്ത് ഒരാൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്ന് പറയാൻ പറ്റില്ല, അപ്പോൾ എന്ന് പറയണം അല്ലേ? അപ്പം നൗ ബിക്കംസ് ദെൻ. അവിടെ ഇരുന്നുകൊണ്ട് ഒരു സാധനം ചൂണ്ടി ദസ് എന്ന് പറയുന്നത് പിന്നീട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? ഈ സാധനം എന്ന് പറയാൻ പറ്റില്ല, അപ്പം എന്തെന്ന് വേണം? ആ സാധനം അല്ലേ? അപ്പം ദിസ് ബിക്കംസ് ദാറ്റ്, ദീസ് ബിക്കംസ് ദോസ്. ക്ലിയർ ആയോ? ഇന്ന് ഞാൻ എന്ന് പറയുന്ന ഐ ആം ഹിയർ ടുഡേ എന്ന് പറയുന്നത് അവിടെ എത്തുമ്പോൾ എന്താവും? അന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ടുഡേ എന്ന് പറഞ്ഞാൽ വേറെ ദിവസം മാറിപ്പോവും. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെന്ന് പറയണം? ദാറ്റ് ഡേ. ടുഡേ ബിക്കംസ് ദാറ്റ് ഡേ. ടുമോറോ ബിക്കംസ് ദ നെക്സ്റ്റ് ഡേ. യെസ്റ്റർഡേ ബിക്കംസ് ദ പ്രീവിയസ് ഡേ. അങ്ങനെയുള്ള ആ പേഴ്സ്പെക്റ്റീവിലുള്ള ചേഞ്ചസ് വരും. മനസ്സിലായോ? അതായത് പേഴ്സൺ, പറയുന്ന ആൾ മാറിയത് കൊണ്ടും പറയുന്ന സമയം, ആ ടൈം മാറിയത് കൊണ്ടും പേഴ്സണിലും ചേഞ്ച് വരുന്നു, ആ ടൈമിൽ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസിലും ചേഞ്ച് വരും. അതാണ് മൂന്നാമത്തെ റൂള്. ആദ്യം നമ്മൾ പറഞ്ഞു റിപ്പോർട്ടിംഗ് വേർബ് വയ്ക്കണം, രണ്ടാമത്തേത് കണക്റ്റിംഗ് വേർഡ് വേണം ദാറ്റ്, മൂന്നാമത്തേത് ഈ ചേഞ്ചസ്. അതാണ് ഇപ്പോൾ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. എന്താണ്? ടെൻസിൽ മാറ്റം വരും. നമ്മൾ സമയത്തിൽ ടൈമിൽ മാറ്റം വരുമ്പോൾ ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറി എന്ന് പറയുന്ന പോലെ ആ സമയം മാറുമ്പോൾ ആ ടെൻസിൽ കാര്യമായിട്ടുള്ള മാറ്റം വരും. അതെങ്ങനെയാണ്? അതിന് ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ടെൻസ് ഒരു സ്റ്റെപ്പ് പുറകിലോട്ട് പോകും. അപ്പോൾ അതിൻ്റെ ടേബിൾ ഇതാ ഇവിടെ കൊടുക്കണം. വളരെ സിമ്പിളാണ്. നമുക്ക് ടെൻസിൻ്റെ ഫോമാറ്റ് അറിയുന്നവർക്കാണെങ്കിൽ ഈ റിപ്പോർട്ടഡ് സ്പീച്ച് ഒരു വിഷയവുമില്ല. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എങ്ങനെ എഴുതാം, സിമ്പിൾ പാസ്റ്റ് ടെൻസ് എങ്ങനെ എഴുതാം, പ്രസൻറ്റ് പെർഫെക്റ്റ് എങ്ങനെ എഴുതും, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെ എഴുതും, ഇതിൻ്റെയൊക്കെ പാസ്റ്റ് ഫോംസ് എങ്ങനെ എഴുതും എന്ന് അറിയുന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ടഡ് സ്പീച്ച് ഒരു വിഷയമില്ല. കാരണം എന്താണ്? ടെൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഡയറക്റ്റ് സ്പീച്ചിൽ പറഞ്ഞ കാര്യം എന്താവും? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആവും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഡയറക്റ്റ് സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതെന്താവും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആവും. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആവും. ഇനി സിമ്പിൾ പാസ്റ്റിലുള്ളതാണെങ്കിലോ അതും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആവും. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ളതും സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ളതും റിപ്പോർട്ടഡ് സ്പീച്ചിൽ എഴുതുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസായി മാറും. ഇത്രയേ പഠിക്കാനുള്ളൂ. ബാക്കിയുള്ള വലിയ വലിയ ടെൻസുകളെ കുറിച്ചൊന്നും ഇപ്പോൾ ബോധർ ചെയ്യേണ്ട. നമ്മുടെ 12 ടൈപ്പ് ടെൻസ് ഫോംസിനെ കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട. ഇതാണ് മെയിനായിട്ടുള്ളത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണെങ്കിൽ ഓരോ ടെൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടെൻസുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഓരോ ടെൻസും ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് പോകണു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ടേബിളിൽ എഴുതിയെടുത്ത് ആ ടെൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് എഴുതിയതിൻ്റെ ഒപ്പം തന്നെ ബ്രാക്കറ്റിൽ അതിൻ്റെ വേർബ് ഫോം എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് നമുക്ക് കൂടുതൽ പഠിക്കാൻ എളുപ്പം. കാരണം എന്താണ്? ഓരോ ടെൻസിൻ്റെയും വേർബ് ഫോം ഒരു പ്രത്യേക രീതിയിലാണല്ലോ നമ്മൾ അറേഞ്ച് ചെയ്യുക. ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന പോലെ വളരെ സിമ്പിളാണ്. അതിലധികം ഡെക്കറേഷൻസ് ഒന്നുമില്ല. ആ വേർബിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഫോം, അതിൻ്റെ പ്രസൻറ്റ് ഫോം എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ആയിട്ടുള്ള ഫോം ആയിരിക്കും. അതെടുത്ത് വെച്ചു. അതിനെയാണ് നമ്മൾ V1 എന്ന് പറയുന്നത്. അത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ളത് പാസ്റ്റ് ടെൻസിലാവുമ്പോൾ എന്തായി? അതിൻ്റെ പാസ്റ്റ് ഫോം വെച്ചു. വേറെ ആ വേർബിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നും, മുന്നിലോ പുറകിലോ ഒന്നും വേറെ ഒരു ഡെക്കറേഷനും ഇല്ല. സിമ്പിളായിട്ട് അതിൻ്റെ പാസ്റ്റ് ഫോം, അതായത് V2 എടുത്തു വെച്ചു. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആക്കാന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യണത്? V1നെ V2 ആക്കി. കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് അറിയാൻ ഏറ്റവും എളുപ്പവഴിയാണ് ING ഫോം ഉണ്ടാവും. മനസ്സിലായോ? അത് ആക്റ്റീവ് വോയിസിൽ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ വേർബിൻ്റെ ING ഫോം, അതിൻ്റെ മുമ്പിൽ BEBയുടെ ഏതെങ്കിലും ഒരു ഫോം, അത് പ്രസൻറ്റ് ആണെങ്കിൽ പ്രസൻറ്റ് ഫോംസ് ആയിട്ടുള്ള ഈസ്, ആം, ആർ, പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് ഫോംസ് ആയിട്ടുള്ള വാസ് ഓർ വേർ,
അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കാന്ന് പറയുകയാണെങ്കിൽ ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് ing ഫോം ഓഫ് ദി വെർബ്, അതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിനെ പാസ്റ്റ് ആക്കുമ്പോൾ വാസ് ഓർ വെയർ പ്ലസ് ing ഫോം ഓഫ് ദി വെർബ്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കാന്ന് പറയുമ്പോൾ എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം അതിൽ നിർബന്ധമായിട്ടുണ്ടാവും. എന്താണ്? ഹാസിന്റെ ഒരു ഫോം, രണ്ടാമത്തത് വെർബിന്റെ തേർഡ് ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബ്, അതാണ് V3 എന്ന് പറയുന്നത്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഹാസ് വേണോ ഹാവ് വേണോ എന്ന് തീരുമാനിക്കുന്നത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ്, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ ഹാവ്. ഐന്റെ കൂടെയും ഹാവ് ആണ് വെക്കുക. അപ്പൊ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ കണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലാക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, അതായത് ഹാഡ് പ്ലസ് V3. ഹാഡ് എന്നുള്ളത് കോമൺ ആണ്. സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ ആണെങ്കിലും നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാഡ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഹാസിന്റെ പാസ്റ്റ് ഫോമിൽ ഹാഡ് എന്ന് പറഞ്ഞ ഫോം മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇനി വീണ്ടും സിമ്പിൾ പാസ്റ്റിലുള്ളതിനെയും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കാം. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ V2 എന്തായി മാറും? ഹാഡ് പ്ലസ് V3. അപ്പം നമ്മൾ ഈ ടേബിളിലുള്ള സിമ്പിൾ പ്രസന്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നതിന് നമുക്ക് എന്തെന്നും പറയാം? V1 V2 ആയി, V2 ഹാഡ് പ്ലസ് V3 ആയി, ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് ing ഫോം ഓഫ് ദി വി അല്ലെങ്കിൽ വെർബ് എന്ന് പറയുന്നത് വാസ് ഓർ വേർ പ്ലസ് VING ആയി, ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഹാഡ് പ്ലസ് V3 ആയി. ഈ വ്യത്യാസം അവിടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ടെൻസിനെ ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ സെൻറ്റൻസിലേക്ക് തിരിച്ചു പോവാം. അത് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയായിരുന്നു. എന്ത്? മീനു ടു ഹെർ ഫ്രണ്ട് ഐ ആം റീഡിങ്. ആ സെൻറ്റൻസാണ് നമ്മളൊരു എക്സാമ്പിളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ മീനു എന്നുള്ള സബ്ജക്റ്റ് ആദ്യം വെച്ചു. പിന്നെ നമ്മൾ റൂൾ പ്രകാരമുള്ള റിപ്പോർട്ടിംഗ് വേർബായിട്ട് സെറ്റ് ടു എന്നുള്ളതിനെ മാറ്റി ടോൾഡ് ആക്കി. അപ്പുറത്ത് ഹെർ ഫ്രണ്ട് എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ഉള്ള കാരണം. അത് കഴിഞ്ഞ് നമ്മൾ കണക്റ്റിംഗ് വേർഡ്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസസിൽ ഉപയോഗിക്കേണ്ട കണക്റ്റിംഗ് വേർഡ് ദാറ്റ് വെച്ചു. അപ്പം മീനു ടോൾഡ് ഹെർ ഫ്രണ്ട് ദാറ്റ്. അവിടെ വരെ നമ്മൾ എത്തി. നാലാമത്തെ ഭാഗം ഇനി പറയാമെന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവിടെ നിർത്തിയത്? നാലാമത്തെ ഭാഗം ആ റിപ്പോർട്ട് ചെയ്യുന്ന ആ ക്ലോസ്, ആ ഡയറക്റ്റ് സ്പീച്ചിലെ ക്ലോസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു. അതിൽ ഒന്നാമത്തെ മാറ്റം പെർസ്പെക്റ്റീവ് ചേഞ്ച് ആയതുകൊണ്ട് ആ പേഴ്സണിലുള്ള മാറ്റം കൂടെ വന്നു. പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ വ്യൂ പോയിന്റിലുള്ള, അത് ആരാണോ പറയണത് അവരുടെ ആംഗിളിൽ നിന്ന് നോക്കി കാണണമല്ലോ. അപ്പോൾ നമ്മൾ ഐ എന്നുള്ളത് മാറി ഷീ ആക്കി മാറ്റി. മീനു ഫീമെയിൽ ആയതുകൊണ്ട് ഷീ ആക്കി മാറ്റി. ഇനി ആം റീഡിങ് എന്നുള്ളതാണ് വേർബ്. ആം റീഡിങ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലെ? ആം പ്ലസ് ing ഫോം ഓഫ് ദി വേർബ്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഫോമിനെ നമ്മൾ എന്താക്കും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആക്കും. അപ്പോൾ ആം റീഡിങ് എന്താവും? വാസ് ഓർ വെയർ ആണ് വേണ്ടത്. മീനു തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വാസ് വെക്കും. അപ്പോൾ ആം റീഡിങ് എന്തായി? വാസ് റീഡിങ് ആയി മാറി. അപ്പോൾ സെന്റൻസ് എന്തായി? മീനു ടോൾഡ് ഹെർ ഫ്രണ്ട് ദാറ്റ് ഷീ വാസ് റീഡിങ്. അപ്പോൾ എക്സാമ്പിൾ പ്രകാരം നമുക്ക് ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. മോഡൽ ഓക്സിലിയറീസ് ഇതിൻ്റെയൊക്കെ വകുപ്പ് തന്നെയാണ്. എന്നാലും മോഡൽ ഓക്സിലിയറീസ് വരുമ്പോൾ ഈ മാറ്റം എവിടെയാണ് എന്നൊന്ന് ശ്രദ്ധിക്കാം. മോഡൽ ഓക്സിലിയറീസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്? വിൽ, ഷാൽ, ക്യാൻ, മേ. ഇങ്ങനെ മോഡൽ ഓക്സിലിയറി വെച്ചിട്ടുള്ള സെൻറ്റൻസ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഐ വിൽ വിൻ എന്നാണ് സെൻറ്റൻസ് ഡയറക്റ്റ് സ്പീച്ചിലെന്ന് വിചാരിക്കൂ. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നമ്മൾ ആക്കുമ്പോൾ ഐ സ്വാഭാവികമായിട്ടും തേർഡ് പേഴ്സൺ ഹി അല്ലെങ്കിൽ ഷീ എന്നൊക്കെ. ഇപ്പോൾ ഷീ ആണെന്ന് വിചാരിക്കും തൽക്കാലം. അപ്പോൾ അതിനെ നമ്മൾ ഷീ ആക്കി. പിന്നെയുള്ളത് വിൽ വിൻ ആണ്. ഈ വിൽ വിൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. നമ്മളവിടെ ഫ്യൂച്ചർ ടെൻസിനുള്ള ഫോമാറ്റ് എന്താണ്, എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. പകരം ഇപ്പം വേറെ തരത്തിൽ അത് പറയാൻ പോവാണ്. എന്ത്? ഈ മോഡൽ ഓക്സിലിയറി ഉള്ള ആ സെൻറ്റൻസ് ആണെങ്കിൽ അതിൻ്റെ വേർബ് ഫോം എന്താണ്? വേർബ് ഏതാണ്? വിൽ വിൻ. രണ്ട് ഭാഗമുണ്ട്, വിൽ പ്ലസ് വിൻ, അതാണ് വേർബ്.
അതിനെ നമ്മൾ മാറ്റുമ്പോൾ വില്ലിനെ മാത്രം പാസ്റ്റ് ഫോമിലാക്കും. എന്ന് വെച്ചാൽ വുഡ്, വില്ലിൻ്റെ പാസ്റ്റ് ഫോമായിട്ട് വുഡ് ഉപയോഗിക്കും. മെയിൻ വേർബിനെ നമ്മൾ യാതൊരു ചേഞ്ചും വരുത്തില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വിൽ വിന്നിൻ്റെ പാസ്റ്റ് ഫോം ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. വിൽ വിന്നിൻ്റെ പാസ്റ്റ് ഫോം ഉപയോഗിക്കുമ്പോൾ നമ്മൾ വുഡ് വിൻ എന്നാണ് എഴുതുക, അല്ലാതെ വുഡ് വൺ എന്ന് എഴുതാനായിട്ട് പറ്റില്ല, അത് തെറ്റാണ്. അപ്പം നമുക്ക് എളുപ്പത്തിന് പഠിക്കാൻ വേണ്ടി പറയാണ്, മോഡൽ ഓക്സിലിയറീസ് ഉള്ള സെൻറ്റൻസ് ആണെങ്കിൽ അതിൽ ഓക്സിലിയറിയുടെയാണ് പാസ്റ്റ് ഫോം ആക്കുക, അതിൽ വെർബ് മെയിൻ വെർബിൻ്റെ ഫോമിൽ മാറ്റില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. വിൽ കം എന്താവും വുഡ് കം, മേ കം മൈറ്റ് കം, ഷാൽ കം ഷുഡ് കം. മനസ്സിലായോ? ആ കമ്മിന് അവിടെ മാറ്റില്ല എന്നർത്ഥം, വേർബിന് അവിടെ മാറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ടെൻസിലുള്ള ചേഞ്ച്. ഇതിനൊരു എക്സെംഷൻ, നമ്മൾ പറഞ്ഞല്ലോ എല്ലായിടത്തും ഒരു എക്സെംഷൻ കേസസ് വരും എന്നുള്ളത്. ഒരു കോമൺ എക്സെംഷൻ കേസ് ഇപ്പോൾ പറയാം. നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് സാധാരണ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഹി സെഡ്, ഹിസ് ടോൾഡ്, ഓർഡേർഡ്, കമൻറ്റഡ്, ആസ്ഡ്, അങ്ങനെ എല്ലാം പാസ്റ്റ് ടെൻസിലാണ് വെച്ചിട്ടുള്ളത്. അയാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ ഹി സേയ്സ് എന്ന് പറഞ്ഞിട്ടാണ്, ഹി സെഡ് എന്നല്ല, ഹി ആസ്ക്ഡ് എന്നല്ല, ഹി സേയ്സ് എന്ന് പറഞ്ഞിട്ടാണ് വെക്കുന്നത്. എന്ന് വെച്ചാൽ ആ റിപ്പോർട്ടിംഗ് വേർബ് പ്രസൻറ്റ് ടെൻസിലാണ്, സേയ്സ്, ടെൽസ്. അങ്ങനെ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ എഴുതുമ്പോൾ റിപ്പോർട്ടിംഗ് വേർബ് പ്രസൻറ്റ് ടെൻസിൽ എഴുതുന്നു, ഹി സേസ് ദാറ്റ് എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ പിന്നത്തെ റിപ്പോർട്ടഡ് സ്പീച്ച് ക്ലോസ് പറയുന്ന ആ സെൻറ്റൻസിൽ ടെൻസിന് മാറ്റം വരുത്തണ്ട. കാരണം ഡയറക്റ്റ് സ്പീച്ചിൽ പറഞ്ഞ സമയവും ഇപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ പറയുന്ന സമയവും ഓൾമോസ്റ്റ് സെയിം ആണ്. അതേസമയം റിപ്പോർട്ടിംഗ് വേർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ ടെൻസിനെ ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് മാറ്റും. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആ ഒരു പാറ്റേണിലേക്ക് മാറ്റും. ക്ലിയർ ആണല്ലോ അല്ലേ? ഓരോ സെൻറ്റൻസിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ഇതാ വരുന്നു. റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ നമ്മൾ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. ഡിക്ലറേറ്റീവ് സെൻറ്റൻസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ബാക്കി അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.